നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ്. അതിലെ ചാപ്റ്റർ 8 മൂൺ ആൻഡ് സ്റ്റാർസ്, തിങ്കളും താരങ്ങളും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഷാജിയുടെ ഒരു ഡയറി കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. January 8, Tuesday. The celestial sights have always fascinated me. ആകാശ കാഴ്ചകൾ എന്നും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. How does the sun rise in the east and set in the west on all days? എങ്ങനെയാണ് സൂര്യൻ എല്ലാ ദിവസവും രാവിലെ കിഴക്കുദിക്കുകയും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത്? The sun is always there in the sky during the day. എല്ലാ ദിവസവും സൂര്യൻ പകൽ സമയത്ത് ആകാശത്തുണ്ടാകും. What about the moon? ചന്ദ്രനോ? On one day in the evening, it is like a crescent on the western horizon, and on another day at night, it is like a full circle on the eastern horizon. ഒരു ദിവസം തേങ്ങാപ്പൂള് പോലെ വൈകിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ, വേറൊരു ദിവസം സന്ധ്യയ്ക്ക് പൂർണ്ണവട്ടത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ. The position of stars is also changing. നക്ഷത്രങ്ങളുടെയും സ്ഥാനം മാറുന്നുണ്ട്. How do these things happen? ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? The excerpt given above is from ഷാജി's diary entries. ഷാജിയുടെ ഡയറി കുറിപ്പിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. Have you ever had similar doubts? നിങ്ങൾക്കും ഇത്തരം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? What have you learned about the sun, the earth and the moon so far? ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? The earth is spherical in shape. ഭൂമിക്ക് ഗോളാകൃതിയാണ്. The earth and the moon receive light from the sun. ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. പിന്നെ എന്തൊക്കെ കൂട്ടുകാർക്കറിയാം? The sun is a star. സൂര്യൻ ഒരു നക്ഷത്രമാണ്. The sun has a manifold size with respect to the earth. ഭൂമിയുമായി ബന്ധപ്പെട്ട് സൂര്യന് പല മടങ്ങ് വലിപ്പമുണ്ട്. The moon is the natural satellite of the earth. ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. Day and night, രാത്രിയും പകലും. Does light fall everywhere on the earth at the same time? ഭൂമിയിൽ എല്ലായിടത്തും ഒരേ സമയം പ്രകാശം പതിക്കുന്നുണ്ടോ? No. Sunlight falls only half of the spherical earth. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ പകുതി മാത്രമാണ് സൂര്യപ്രകാശം വീഴുന്നത്. What causes days and nights? രാവും പകലും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? The earth is rotating on its own axis. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. Hence, the parts facing the sun change at regular intervals. അതിനാൽ സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായ ഇടവേളകളിൽ മാറുന്നു. Hence, day experiences where the sun rays fall and the opposite region experiences night. അതിനാൽ സൂര്യരശ്മികൾ വീഴുന്ന പ്രദേശം പകലും എതിർ പ്രദേശം രാത്രിയും അനുഭവപ്പെടുന്നു. Let's do an activity. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. Materials required. ആവശ്യമായ വസ്തുക്കൾ. Model of earth. Globe. ഭൂമിയുടെ മാതൃക. Globe. A steel rod. സ്റ്റീൽ കമ്പി. ആൻഡ് ആൻ അറേഞ്ച്മെന്റ് ഫോർ ലൈറ്റിംഗ് എ ബൾബ്. ബൾബ് പ്രകാശിപ്പിക്കാനുള്ള സംവിധാനം. ആക്ടിവിറ്റി, പ്രവർത്തനം. റിമൂവ് ദ ഗ്ലോബ് സ്റ്റാൻഡ്. ഗ്ലോബിന്റെ സ്റ്റാൻഡ് നീക്കം ചെയ്യൂ. അറേഞ്ച് ദ ബൾബ് ആൻഡ് ദ ഗ്ലോബ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ബൾബും ഗ്ലോബും ചിത്രത്തിൽ കാണും വിധം സജ്ജീകരിക്കണം. ദ നോർത്ത് പോൾ ഓഫ് ദ ഗ്ലോബ് ഷുഡ് ബി ടുവാർഡ്സ് ദ നോർത്ത്. ഗ്ലോബിന്റെ ഉത്തരധ്രുവം വടക്കുഭാഗത്തേക്ക് വെക്കണം. Light the bulb after ensuring maximum darkness in the classroom. ക്ലാസ് മുറി പരമാവധി ഇരുട്ടുള്ളതാക്കി ബൾബ് പ്രകാശിപ്പിക്കുക. The bulb is used in place of the sun. സൂര്യന് പകരമായാണ് ബൾബ് ഉപയോഗിച്ചിരിക്കുന്നത്. Imagine that the globe is the earth. ഗ്ലോബ് ഭൂമിയാണെന്നും സങ്കൽപ്പിക്കുക. Now observe the globe from the side of its north pole. ഉത്തരധ്രുവത്തിന്റെ ഭാഗത്തു നിന്നും ഗ്ലോബ് നിരീക്ഷിക്കൂ. Don't you see light in the portion facing the sun and darkness on the other side? സൂര്യന് അഭിമുഖമായ ഭാഗത്ത് വെളിച്ചവും മറുവശത്ത് ഇരുട്ടുമല്ലേ? Gently turn the globe to the left.
ഗ്ലോബ് മെല്ലെ ഇടത്തോട്ട് തിരിക്കണം. Now, don't you see that the dark portion entering to the lighted area and the lighted area moving into the dark area? ഗ്ലോബ് തിരിക്കുമ്പോൾ ഇരുട്ടുള്ള ഭാഗം പ്രകാശത്തിലേക്ക് വരുന്നതും പ്രകാശം പതിച്ചിരുന്ന ഭാഗം ഇരുട്ടിലേക്ക് മാറുന്നതും കൂട്ടുകാർ കാണുന്നില്ലേ? When you turn the globe to the left, in which direction is its rotation? ഗ്ലോബ് ഇടത്തോട്ട് തിരിയുമ്പോൾ കറക്കം ഏതു ദിശയിൽ നിന്ന് ഏതു ദിശയിലേക്കാണ്? Put tick mark at the appropriate box. ടിക്ക് അടയാളം രേഖപ്പെടുത്തൂ. From east to west, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. From west to east, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഏത് ഡയറക്ഷനാണ്? From west to east, പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടാണ്. What do you understand from this activity? ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം? Write down your findings in the science diary. കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കൂട്ടുകാർ എന്താണ് മനസ്സിലാക്കിയത്? The earth spins from west to east. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. It is due to the earth rotation that day and night continuously appear. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. Sunrise and sunset. ഉദയവും അസ്തമയവും. We see the sun rising in the east and setting in the west. സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. The very next day, the sun rises in the east again. പിറ്റേന്നു രാവിലെ വീണ്ടും കിഴക്കുദിക്കുന്നു. How does the sun setting in the west rise in the east again? പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ എങ്ങനെയാണ് വീണ്ടും കിഴക്കുദിക്കുന്നത്? ആക്ടിവിറ്റി, പ്രവർത്തനം. ലൊക്കേറ്റ് അവർ അപ്രോക്സിമേറ്റ് പൊസിഷൻ ഇൻ ദ ഗ്ലോബ്. ഗ്ലോബിൽ നമ്മുടെ സ്ഥാനം ഏകദേശം കണ്ടെത്താമല്ലോ. ഓൺ ദാറ്റ് ഏരിയ ഫിക്സ് എ പിൻ ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ യൂസിങ് എ സെല്ലോ ടേപ്പ്. ആ സ്ഥാനത്ത് ഒരു മൊട്ടുസൂചി കിഴക്കു പടിഞ്ഞാറ് വരത്തക്ക വിധം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക. ഫിക്സ് എ സ്മോൾ റെഡ് കളർ ബിന്ദി at the top end, a white one in the middle and green at the bottom. സൂചിയുടെ മുകളിലെ അഗ്രത്തിൽ ചുവപ്പും മധ്യത്തിൽ വെള്ളയും താഴെ അഗ്രത്തിൽ പച്ചയും നിറമുള്ള ചെറിയ പൊട്ടുകൾ ഒട്ടിക്കുക. Imagine that you are on the white bindi. വെളുത്ത പൊട്ടിലാണ് നിങ്ങൾ എന്ന് സങ്കൽപ്പിക്കുക. Now the bindis at the ends are in your east and west. ഇപ്പോൾ അഗ്രഭാഗങ്ങളിലെ പൊട്ടുകൾ നിങ്ങളുടെ കിഴക്കും പടിഞ്ഞാറുമാണല്ലോ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബിന്ദി ഓൺ ദ ഈസ്റ്റ്? കിഴക്കു ഭാഗത്തുള്ള പൊട്ടിന്റെ നിറം എന്താണ്? റെഡ്, ചുവപ്പാണ്. വാട്ട് അബൌട്ട് കളർ ഓഫ് ദ വൺ ഇൻ ദ വെസ്റ്റ്? പടിഞ്ഞാറുള്ളതിന്റെ നിറം എന്താണ്? ഗ്രീൻ, പച്ച. ലൈറ്റ് ദ ബൾബ് ആൻഡ് ജെല്ലി ടേൺ ഇറ്റ് ടു ദ ലെഫ്റ്റ്. ബൾബ് പ്രകാശിപ്പിച്ച് ഗ്ലോബ് സാവധാനം ഇടത്തോട്ട് തിരിക്കുക. ഒബ്സർവ് ദ പൊസിഷൻസ് ഓഫ് ദ വൈറ്റ് ബിന്ദി വെൻ ദർ ഈസ് സൺറൈസ്, നൂൺ ആൻഡ് സൺസെറ്റ്. ഏതെല്ലാം സ്ഥാനങ്ങളിൽ വെളുത്ത പൊട്ട് വരുമ്പോഴാണ് ഉദയം, നട്ടുച്ച, അസ്തമയം എന്ന് നിരീക്ഷിക്കൂ. ഓൺ ദ ബേസിസ് ഓഫ് യുവർ ഫൈൻഡിങ്സ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കൂ. ടൈം, the position of white bindi. സമയം, വെളുത്ത പൊട്ടിന്റെ സ്ഥാനം. സൺറൈസ്, ഉദയം. അപ്പോൾ എങ്ങനെയാണ് വൈറ്റ് ബിന്ദിന്റെ പൊസിഷൻ? when white bindi moves from darkness to light. ല്ലേ? വെളുത്ത പൊട്ടിന്റെ സ്ഥാനം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങുമ്പോഴാണ് സൺറൈസ്, ഉദയം ഉണ്ടാകുന്നത്. ഇനി ന്യൂൺ, നട്ടുച്ച. അപ്പോൾ വൈറ്റ് ബിന്ദിന്റെ പൊസിഷൻ എന്തായിരിക്കും? When the white bindi reaches the middle of the light source. വെളുത്ത പൊട്ടിന്റെ സ്ഥാനം പ്രകാശ സ്രോതസ്സിന്റെ മധ്യത്തിലെത്തുമ്പോൾ. ല്ലേ? നട്ടുച്ച എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മുടെ തലയ്ക്ക് നേരെ സൂര്യൻ എത്തുമ്പോഴാണ് നട്ടുച്ച. അപ്പൊ എന്തായിരിക്കണം? വെളുത്ത പൊട്ടിന്റെ സ്ഥാനം കറക്റ്റ് ആ ലൈറ്റ് സോഴ്സിന്റെ മിഡിൽ ആയിട്ടാണെങ്കിൽ അത് ഏത് ടൈമാണ്? നട്ടുച്ച, ന്യൂണാണ്. ഇനി അടുത്തത് സൺസെറ്റ്, അസ്തമയം. അത് അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? When the white bindi moves from light to darkness. വെളുത്ത പൊട്ട്
വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാകുന്നു? സൺസെറ്റ് അല്ലേ? അസ്തമയം ഉണ്ടാകുന്നു. അപ്പോൾ ഡാർക്ക്നെസ് നിന്ന് ലൈറ്റിലേക്ക് പോകുന്ന സമയത്ത് സൺറൈസ്, ലൈറ്റ് സോഴ്സിന്റെ മിഡിലേക്ക് വരുന്ന സമയത്ത് നൂണ്, അതുപോലെ ലൈറ്റിൽ നിന്ന് ഡാർക്ക്നെസ്സിലോട്ട് പോകുമ്പോൾ സൺസെറ്റ് ആണ് ഉണ്ടാകുന്നത്. ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, those in the region moving from darkness to light feel sunrise, and for those going from light to darkness experience the sunset. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നു വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. മാർക്ക് പൊസിഷൻസ് A, B and C on the globe as shown in the figure. ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്ലോബിൽ A, B, C എന്നീ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തൂ. Make models of children using thermocol and fix them in these positions. തെർമോകോളിൽ കുട്ടികളുടെ രൂപം വെട്ടിയുണ്ടാക്കി ഈ സ്ഥാനങ്ങളിൽ ഒട്ടിക്കൂ. Which is the east and the west of each child? ഓരോ കുട്ടിയുടെയും കിഴക്കും പടിഞ്ഞാറും ഏതാണ്? On the basis of the observations, complete the following table. നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കൂ. ആദ്യത്തേത് നോക്കൂ. In which position will the child see the sunrise? ഏതു സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയാണ് സൂര്യോദയം കാണുന്നത്? ഏത് പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിയാണ്? എ അല്ലേ? എ പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിക്ക് സൺറൈസ് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് എ സീ ദ സൺ? എ സൂര്യനെ കാണുന്നത് ഏതു ദിശയിലാണ്? ഈസ്റ്റ് അല്ലേ? നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെന്റിൽ പഠിച്ചു, ഡാർക്ക്നെസ്സിൽ നിന്ന് ലൈറ്റിലേക്ക് പോകുന്നത് എന്താണ്? സൺറൈസ് ആണ്. സൺറൈസ് ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന കുട്ടിയുടെ സ്ഥാനം ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റ്, കിഴക്കാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇൻ വിച്ച് പൊസിഷൻ ഡസ് ദ ചൈൽഡ് എക്സ്പീരിയൻസ് നൂൺ? ഏത് സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിക്കാണ് നട്ടുച്ച അനുഭവപ്പെടുന്നത്? തലയ്ക്ക് നേരെ സൂര്യൻ വരുമ്പോഴാണ് അല്ലേ? അതേതാണ്? ബി അല്ലേ? ബി പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിക്കാണ് നട്ടുച്ച അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം. Where does B see the sun? ബി സൂര്യനെ കാണുന്നത് എവിടെയാണ്? സെനിത്ത്. സെനിത്ത് എന്ന് പറഞ്ഞാൽ above the head, തലയ്ക്ക് മേലെയാണ് സൂര്യനെ കാണുന്നത്. അടുത്ത ചോദ്യം. In which position does the child see the sunset? ഏതു സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയാണ് അസ്തമയം കാണുന്നത്? ലൈറ്റിൽ നിന്ന് ഡാർക്ക്നെസ്സിലോട്ട് പോകുന്ന കുട്ടി അല്ലേ? അത് ഏത് പൊസിഷനിലുള്ള കുട്ടിയാണ്? സി പൊസിഷൻ അല്ലേ? അടുത്ത ചോദ്യം. In which direction does C see the sun? സി സൂര്യനെ കാണുന്നത് ഏതു ദിശയിലാണ്? ലൈറ്റിൽ നിന്ന് ഡാർക്ക്നെസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സൂര്യനെ ഏത് ദിശയിലാണ് കാണുന്നത്? വെസ്റ്റ് അല്ലേ? സൂര്യ അസ്തമയമാണ് ആ സമയത്ത്. അപ്പോൾ എവിടെയാണ് സൂര്യനെ കാണുക? വെസ്റ്റ് സൈഡ് അല്ലേ? പടിഞ്ഞാറാണ് കാണുക. What are the inferences you arrive at by analyzing the table? പട്ടിക വിശകലനം ചെയ്ത് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണ്? When the sun rises at one part of the earth, there is sunset on the other part. ഭൂമിയുടെ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ മറുഭാഗത്ത് സൂര്യാസ്തമയം ഉണ്ടാകും. The sunrise, noon and the sunset are due to the rotation of the earth. സൂര്യോദയവും നട്ടുച്ചയും സൂര്യാസ്തമയവും ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഉണ്ടാകുന്നത്. Try to turn the globe from the north pole. ഉത്തരധ്രുവത്തിനടുത്ത് നിന്ന് ഗ്ലോബ് കറക്കി നോക്കൂ. Don't you see that people in each place experience sunrise and sunset? ഭൂമിയിൽ ഓരോ സ്ഥാനത്തുള്ളവർക്കും ഉദയവും അസ്തമയവും അനുഭവപ്പെടുന്നില്ലേ? In fact, the sun which appears in the east in the morning, the sun above the head at noon, and the sun which set in the west in the evening remains in the same place. പ്രഭാതത്തിൽ കിഴക്ക് കാണുന്ന സൂര്യനും ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിലെത്തുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനും യഥാർത്ഥത്തിൽ ഒരേ സ്ഥാനത്ത് തന്നെയല്ലേ? It is the rotation of the earth that causes day and night. ഭൂമിയുടെ ഭ്രമണമാണ്
ഉദയാസ്തമയങ്ങൾക്ക് കാരണം. The moon's path in the sky. അമ്പിളിയുടെ ആകാശപാത. We see the sun rising in the east and setting in the west every day. സൂര്യൻ ദിവസവും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതാണല്ലോ നാം കാണുന്നത്. But do you see the moon like this every day? എന്നാൽ ചന്ദ്രനെ നിത്യവും ഇങ്ങനെ കാണുന്നുണ്ടോ? No, ഇല്ല. Where did you see the moon last night? ഇന്നലെ സന്ധ്യയ്ക്ക് നിങ്ങൾ എവിടെയാണ് ചന്ദ്രനെ കണ്ടത്? West, പടിഞ്ഞാറ്. Do you see the moon every day in the same place during sunset? ചന്ദ്രനെ സൂര്യാസ്തമയ സമയത്ത് എന്നും ഒരേ സ്ഥാനത്താണോ കാണാറുള്ളത്? No, അല്ല. On each day, the moon is seen a little ahead to the east of the previous position. ഓരോ ദിവസവും ചന്ദ്രൻ മുമ്പത്തെ സ്ഥാനത്തിൽ നിന്ന് അല്പം മുന്നിലെ കിഴക്കോട്ട് നീങ്ങി കാണപ്പെടുന്നു. What is the secret behind the moon appearing at different position each day? ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കാണപ്പെടുന്നതിന്റെ രഹസ്യം എന്താണ്? Since the moon revolves around the earth, the position of moon on the sky changes. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനാൽ ആകാശത്തിലെ ചന്ദ്രന്റെ സ്ഥാനം മാറുന്നു. Let's observe the moon. ചന്ദ്രനെ നിരീക്ഷിക്കാം. Given below are the positions of the moon at the time of sunset observed by Appu on 3 different days. 3 വ്യത്യസ്ത ദിവസങ്ങളിൽ അപ്പു സൂര്യാസ്തമയ സമയത്ത് നിരീക്ഷിച്ച ചന്ദ്രന്റെ സ്ഥാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. Is there a change in the position of the moon? ചന്ദ്രനെ കാണുന്ന സ്ഥാനത്തിന് മാറ്റം വരുന്നുണ്ടോ? Yes, വരുന്നുണ്ട്. ലേ, in which direction does the change of position take place? ഏതു ദിശയിലേക്കാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്? Towards east, കിഴക്കിലോട്ടാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. The position of the moon appears to change because of the revolution of the moon around the earth. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. Moon completes one revolution around the earth in 27 1/3 days. 27 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. The mystery of moon's crescent. അമ്പിളിക്കലയുടെ പൊരുൾ. Did you notice any other features when you observed the moon? ചന്ദ്രനെ നിരീക്ഷിച്ചപ്പോൾ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ കൂട്ടുകാർ ശ്രദ്ധിച്ചോ? Yes, the size of the crescent increases up to full moon, then its size reduces. എന്താണ് കൂട്ടുകാർ ശ്രദ്ധിച്ചത്? ചന്ദ്രക്കലയുടെ വലിപ്പം പൗർണമി വരെ വർദ്ധിക്കുകയും പിന്നീട് അതിന്റെ വലിപ്പം കുറയുകയും ചെയ്യുന്നു. Don't you see that the shape of the moon also changes along with its position each day? ഓരോ ദിവസവും സ്ഥാനം മാറുന്നതോടൊപ്പം ചന്ദ്രന്റെ ആകൃതിയും മാറുന്നതായി കൂട്ടുകാർ കാണുന്നില്ലേ? Sometimes we see it in the shape of a crescent and sometimes as a full circle. Why is it so? ചിലപ്പോൾ തേങ്ങാപ്പൂള് പോലെയും ചിലപ്പോൾ പപ്പടവട്ടത്തിലും ചന്ദ്രനെ കാണാറുണ്ടല്ലോ. എന്തുകൊണ്ടാണിത്? Try out the following activity. താഴെ പറയുന്ന പ്രവർത്തനം ചെയ്തു നോക്കൂ. Materials required. ആവശ്യമായ സാമഗ്രികൾ. 5 yellow plastic smiley balls. ചിരിക്കുന്ന മുഖമുള്ള 5 മഞ്ഞ പ്ലാസ്റ്റിക് പന്തുകൾ. 5 glass cups. 5 സ്ഫടിക ഗ്ലാസ്. 5 stools. 5 സ്റ്റൂള്. ആൻഡ് ആൻ എമർജൻസി ലാമ്പ്. പിന്നെ ഒരു എമർജൻസി ലാമ്പ്. ആക്ടിവിറ്റി. പ്രവർത്തനം. Draw a semicircle on the floor of the classroom in east-west direction. ക്ലാസ് മുറിയുടെ തറയിൽ സാമാന്യ വലുപ്പത്തിൽ ഒരു അർദ്ധവൃത്തം കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കൂ. Arrange the stools, the cups and the balls in 5 equidistant positions as shown in the figure. ചിത്രത്തിൽ കാണുന്നത് പോലെ തുല്യ അകലത്തിൽ 5 സ്ഥാനങ്ങളിൽ സ്റ്റൂൾ, ഗ്ലാസ്, പന്തുകൾ എന്നിവ ക്രമീകരിക്കൂ. The smiling face of all the balls should face the center of the circle. എല്ലാ പന്തുകളുടെയും ചിരിക്കുന്ന മുഖഭാഗം വൃത്തകേന്ദ്രത്തിലേക്ക് വരുന്ന വിധം വയ്ക്കണം. Light the emergency lamp and place it in the west side in such a way that the light falls on the balls.
പന്തുകളിൽ പ്രകാശം പതിക്കത്തക്ക വിധം പടിഞ്ഞാറ് വശത്ത് എമർജൻസി ലാമ്പ് പ്രകാശിപ്പിച്ചു വെക്കണം. ആസ് ഫാർ ആസ് പോസിബിൾ prevent the light from the outside entering the classroom by closing doors and windows. ജനലുകളും വാതിലും അടച്ച് പുറമേ നിന്നുള്ള വെളിച്ചം ക്ലാസ് മുറിയിൽ പരമാവധി കുറയ്ക്കണം. From the center of the circle, observe all the 5 balls. അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രത്തിലിരുന്ന് 1 മുതൽ 5 വരെയുള്ള പന്തുകൾ നിരീക്ഷിക്കൂ. The smiling face of the ball placed in which position is completely exposed to light. ഏത് സ്ഥാനത്ത് വെച്ച പന്തിലാണ് ചിരിക്കുന്ന മുഖഭാഗത്ത് പൂർണ്ണമായും പ്രകാശം പതിക്കുന്നത്? 5th place അല്ലേ? 5ാം സ്ഥാനത്ത് നിൽക്കുന്ന പന്തിലാണ് പൂർണ്ണമായും പ്രകാശം പതിക്കുന്നത്. The smiling face of the ball placed in which position is not exposed to any light at all. ചിരിക്കുന്ന മുഖഭാഗത്ത് പ്രകാശം ഒട്ടും പതിക്കാത്തത് ഏത് സ്ഥാനത്ത് വെച്ച പന്തിലാണ്? 1st place 1ാം സ്ഥാനത്ത് വെച്ച പന്തിലാണ്. The smiling face of the ball placed in which position is partially lit by the light. ചിരിക്കുന്ന മുഖഭാഗത്ത് പകുതി പ്രകാശം വീഴുന്നത് ഏത് സ്ഥാനത്ത് വെച്ച പന്തിലാണ്? 3rd place 3ാം സ്ഥാനത്ത് വെച്ച പന്തിലാണ്. Imagine that the semicircle is the half of the path along which the moon revolves and the balls as the moon you see on different days. അർദ്ധവൃത്തം ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ പരിക്രമണ പാതയുടെ പകുതിയാണെന്ന് സങ്കൽപ്പിക്കൂ. പന്തുകൾ വിവിധ ദിവസങ്ങളിൽ കാണുന്ന ചന്ദ്രനും. Observe the figure. ചിത്രം നിരീക്ഷിക്കൂ. Different position of the moon in its path of revolution around the earth are depicted here. പരിക്രമണ പാതയിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ചില സ്ഥാനങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. Is it possible to see the moon when it reaches the position marked 1? Why? 1 എന്ന സ്ഥാനത്ത് വരുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയുമോ? എന്തുകൊണ്ട്? No. The face of the moon where sun rays fall is opposite to the earth or observer. കാണാൻ കഴിയില്ല. കാരണം എന്താണ്? സൂര്യരശ്മികൾ വീഴുന്ന ചന്ദ്രന്റെ മുഖം ഭൂമിയുടെ അല്ലെങ്കിൽ നിരീക്ഷകന്റെ എതിർവശത്താണുള്ളത്. Dark face of the moon alone is visible to the observer. ചന്ദ്രന്റെ ഇരുണ്ട മുഖം മാത്രമാണ് നിരീക്ഷകന് ദൃശ്യമാകുന്നത്. What change occurs in the appearance of the moon when it comes to the position marked 2? 2 എന്ന സ്ഥാനത്ത് ചന്ദ്രൻ വരുമ്പോൾ കാഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? A part of the moon where sun rays fall becomes visible to the observer on the earth. This appears as a small crescent. സൂര്യരശ്മികൾ വീഴുന്ന ചന്ദ്രന്റെ ഒരു ഭാഗം ഭൂമിയിലെ നിരീക്ഷകന് ദൃശ്യമാകും. ഇത് ഒരു ചെറിയ ചന്ദ്രക്കലയായി കാണപ്പെടുന്നു. In which position do you see the full moon? ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രനെ കാണുന്നത്? 5th position 5ാം സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമുക്ക് പൂർണ്ണ ചന്ദ്രനെ കാണാൻ കഴിയുന്നത്. In which position do you see the half moon? അർദ്ധചന്ദ്രനെ കാണുന്ന സ്ഥാനം ഏതാണ്? 3rd position 3ാം സ്ഥാനം. Analyze the figure and match the facts given below by drawing lines. ചിത്രം വിശകലനം ചെയ്ത് ഉചിതമായ രീതിയിൽ ആശയങ്ങൾ വരച്ചു യോജിപ്പിക്കൂ. ടേബിൾ 1, ടേബിൾ 2, പട്ടിക 1, പട്ടിക 2. ആദ്യം എന്താണ് കൊടുത്തിട്ടുള്ളത്? When the moon comes to 1, 1ൽ ചന്ദ്രൻ വരുമ്പോൾ. അതിൻ്റെ ഉത്തരം അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? Since the dark area of the moon faces the earth, the moon cannot be seen. New moon day. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയില്ല. അത് അമാവാസിയാണ് അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കൂ. When the moon comes to 3, 3ൽ ചന്ദ്രൻ വരുമ്പോൾ. അപ്പോൾ എന്താണ്? Half of the lighted area of the moon is seen. Half moon. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാവുന്നു. അർദ്ധചന്ദ്രൻ. ഇനി അടുത്തത് നോക്കൂ. When the moon comes to 5, 5ൽ ചന്ദ്രൻ വരുമ്പോൾ. അപ്പോൾ എന്താണ്? The whole of the lighted portion of the moon faces the earth. Full moon day.
ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. പൗർണമി. The moon's illuminated portion becomes increasingly visible on the earth from the new moon day to the full moon day. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കൂടുതലായി കാണുന്നുണ്ടല്ലോ. What about the changes that happen from full moon day to new moon day? പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോഴോ? Repeat the above experiment by bringing slight changes. നേരത്തെ ചെയ്ത പരീക്ഷണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി വീണ്ടും ചെയ്തു നോക്കൂ. Change the semicircle drawn on the ground into a full circle. തറയിൽ വരച്ച അർദ്ധവൃത്തം പൂർണ്ണവൃത്തമാക്കുക. Place the balls in positions 2, 3 and 4 in their corresponding positions on the other semicircle. 2, 3, 4 സ്ഥാനത്ത് വെച്ച പന്തുകൾ മറ്റേ അർദ്ധവൃത്തത്തിലെ സമാന സ്ഥാനങ്ങളിൽ വയ്ക്കൂ. The smiling face should face the center of the circle. പന്തിന്റെ ചിരിക്കുന്ന മുഖഭാഗം വൃത്തകേന്ദ്രത്തിലേക്ക് തന്നെ തിരിച്ചു വെക്കണം. Switch on the emergency lamp. എമർജൻസി ലാമ്പ് പ്രകാശിപ്പിക്കൂ. Standing at the center of the circle, observe the balls in the order from 5 to 1. 5 മുതൽ 1 വരെ എന്ന ക്രമത്തിൽ പന്തുകളെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് നിരീക്ഷിക്കൂ. കൂട്ടുകാർ എന്തെല്ലാമാണ് കണ്ടെത്തിയത്? The difference in the visibility of the lighted and dark areas of the moon when observed from the earth is the reason for waxing and waning of the moon. പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. From the new moon day to the full moon day, the lighted portion of the moon becomes more visible. This is called waxing. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. From the full moon day to the new moon day, there is a decrease in the visibility of the lighted area of moon from the earth. This is called waning. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. അപ്പൊ എന്താണ് വാക്സിങ്ങും എന്താണ് വാനിങ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അതായത് ന്യൂ മൂൺ ഡേ തൊട്ട് ഫുൾ മൂൺ ഡേക്ക് വരികയാണെങ്കിൽ മൂണിന്റെ ലൈറ്റഡ് പോർഷൻ നമുക്ക് വിസിബിൾ ആയിട്ട് തുടങ്ങുന്നു അല്ലേ. ക്രസന്റ് ഷേപ്പിൽ നിന്നും ഫുൾ മൂണിലേക്ക് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്സിങ് എന്ന് പറയുന്നത്. ഇനി വാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ മൂൺ ഡേ ടു ന്യൂ മൂൺ ഡേ. അപ്പോൾ ഭൂമിയുടെ ലൈറ്റഡ് പോർഷൻ എന്തായിരിക്കും? കമ്മിയായി വരും അല്ലേ. ഫുൾ മൂണിൽ നിന്ന് ക്രസന്റ് ഷേപ്പിലോട്ട് അവസാനം അതെന്താവും? കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിട്ട് മാറും അല്ലേ. ഇതിനെയാണ് നമ്മൾ വാനിങ് എന്ന് പറയുന്നത്.